യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നമുക്ക് അല്പസമയം ഒന്നിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാം. നിങ്ങൾ ഒന്നിച്ച് ആരാധിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ഡിവൈസിലുള്ള മക്കളെയും ആ കുടുംബങ്ങളെയും ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മേലെല്ലാം അങ്ങേക്കൊരു വിളിയുണ്ടല്ലോ. അങ്ങ് ചില കർത്തവ്യങ്ങൾ അവരുടെ മേലിട്ടിട്ടുണ്ടല്ലോ. എല്ലാവരെയും ഈ നാളുകൾ പരിശുദ്ധാത്മാവിനാലെ ശക്തിപ്പെടുത്തണം. ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ദൈവം തൊടാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ത് തന്നെയാണെങ്കിലും അത് ചെയ്തെടുക്കാനായിട്ട് കർത്താവ് സഹായിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അത്ഭുത കരങ്ങൾ ഇപ്പോൾ ചലിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, കടന്നു വരേണ്ട എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ആരെങ്കിലും കർത്താവെ ഇത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവരെ ഓർമ്മപ്പെടുത്തണം. നെറ്റ്വർക്കുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ എത്രയും വേഗം അവരുടെ നെറ്റ്വർക്ക് എല്ലാം കറക്റ്റ് ചെയ്യപ്പെട്ട് അവർക്ക് എത്തിച്ചേരുവാനായിട്ട് പിതാവെ അങ്ങ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ആഗ്രഹിച്ചിട്ടും അവർക്ക് ഈ മീറ്റിങ്ങിലേക്ക് കയറുവാൻ കഴിയാതെ വ്യത്യസ്ത സാഹചര്യങ്ങളിലോ രോഗങ്ങളിലോ ഒക്കെ അകപ്പെട്ടായിരിക്കുന്നെങ്കിൽ അവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. പ്രിയമക്കളെ സൗഖ്യമാക്കണം, വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ മക്കളെയും ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ മീറ്റിംഗ് പ്രിയ മക്കൾക്ക് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാ ഭവനത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കട്ടെ. എല്ലാ ഡിവൈസും ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. യാതൊരു വിഷയങ്ങളും ഇവിടെ ഉണ്ടാകരുത്. കർത്താവിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവിന് ഹിതമല്ലാത്തതെല്ലാം ആത്മമണ്ഡലത്തിൽ നിന്ന് മാറിപ്പോകുവാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയപ്പാ, നന്ദി. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് അല്പസമയം കർത്താവിനെ ആരാധിക്കാമല്ലോ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവുന്ന ഗാനങ്ങളെല്ലാം നിങ്ങളും കൂടെ ചേർന്ന് പാടിയാട്ടെ. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നീയല്ലാതെ ആശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനി എൻ്റെ നാളുകളെല്ലാം അങ്ങേക്കായി. ഹല്ലേലൂയ. കർത്താവിനോട് പറയാമോ, കർത്താവേ, ഇനി എൻ്റെ ജീവിത നാളുകൾ മുഴുവൻ ഞാൻ അങ്ങേക്ക് വേണ്ടി തരികയാണ്. ഒത്തിരി എൻ്റെ ജീവിതം വേസ്റ്റായിപ്പോയി. മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനൊക്കെ ഓടി നടന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു. ഇനി കർത്താവേ, ഇനി ലോകക്കാരെ പ്രസാദിപ്പിക്കാനല്ല, കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ ഇനിയുള്ള എൻ്റെ ദിവസങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനെ, യേശുവേ എൻ കർത്തനെ, അങ്ങേപ്പോൾ സ്നേഹിതനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്ക്
ഭൂവിലാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, അങ്ങേപ്പോൽ സ്നേഹിതനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ ഓഹരി, യേശുവേ എൻ സർവവും, അങ്ങല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ ഓഹരി, യേശുവേ എൻ സർവവും, അങ്ങല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, അങ്ങല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, അങ്ങല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. 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 യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, അങ്ങല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, അങ്ങല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ. ഹല്ലേലൂയ. എത്ര പേർ പറയുന്നു ഇനി എൻ്റെ എല്ലാ നാളുകളും യേശുവിന് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ഇനി എൻ്റെ ഓരോ നിമിഷവും
യേശുവിന് വേണ്ടിയുള്ളതാണ്. ഈ ഭൂമിയിലെ ജീവിതം മുഴുവനും എന്നെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത പ്രാണപ്രിയനായ രക്ഷകനായ യേശുവിനുള്ളതാണ്. ഹല്ലേലൂയ. ഇത്ര പേരെന്ന് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ഗാനം കൂടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പാടാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം ധരയിൽ ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. ആത്മശക്തിയാലെ ഇന്ന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരും നിറയ്ക്കാനായിട്ട് ഒന്നിച്ചു പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ആ ഒരു ആത്മബലം എന്നിലേക്ക് അങ്ങ് പകരണം. ഹല്ലേലൂയ. ആത്മശക്തിയാൽ നിറയ്ക്കണം. ഈ ഭൂമിയിൽ ജയത്തോടെ ഒരു ജീവിതം നയിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ സാധ്യമല്ല. ഹല്ലേലൂയ. ആ ശക്തിയാൽ നിറയ്ക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. അറിയാവുന്നവരെല്ലാം നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ കരങ്ങളെ അടിച്ച് ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. തിരുകൃപയല്ലോ ശരണമതെന്റെ, സങ്കടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതെന്റെ, സങ്കടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോലെന്നെ കാണിയുക പരനെ, തിരുഹിതം പോലെ. കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോലെ കാണിയുക പരനെ, തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ
ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാനോ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥ, ശക്തരായി തീര. എൻ പ്രിയനിപ്പോൾ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനിപ്പോൾ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. എൻ പ്രിയനിപ്പോൾ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനിപ്പോൾ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. എൻ പ്രിയനിപ്പോൾ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനിപ്പോൾ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ച, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിഹസുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ, വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിഹസുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ, 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 ഈ മണ്ണെ പ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ,
ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായാരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. तेरा गाला सोरे तेरे ओ सारा खेले शोरे नेले सारे सारे ओ तेरे नेले तेरे गे नाल शारो तेरे से ओ सारे खेला सोरे तेरे गारा सारे ओ सार दाल सारे ओ सागरे काले शारे ओ तेरे खेला सोरे के नालो शारो तेरे से ओले दार शारो रे के रे सारे काले ओ तेरे ने ले का सारो देरे ले गे शारा से ओ देरा कोने तेरे ने ले सोरे हेरे ए सारा नो ले तेरे गे ना सोरे सोले गे से ओ सारा के ले सोरे से ओ सारे तेरे ओ तेरा नो ले शारो के तेरे नालो से खेरे ओ तेरा नो ले तेरे के ले सारा सारे ओ तेरे तेला गशारो तेरे ले सोरे तेरे ओ तेरे गे नाल शानो तेरे सारा रे ओ तेदारे ले सोरा नो ले गशारो तेरे से ओ तेरा नो ले शोरे के नाल शारो से ओ ले शारो ले सोरे के नाल शारो तेरे से ओ ले शारो ले के सारो तेरे सारो रे हालेलुया 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 ईश्वा हालेलुया हालेलुया थैंक यू लॉर्ड हालेलुया हालेलुया ओ हालेलुया हालेलुया ओ हालेलुया हालेलुया ओ हालेलुया 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 ओ हालेलुया 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 ओ हालेलुया 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 ओ हालेलुया हालेलुया ओ हालेलुया हालेलुया ओ हालेलुया 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 ओ 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 താങ്ക് യു ജീസസ് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്നു അപ്പാ സ്തോത്രം ചെയ്യുന്നു
എല്ലാ മക്കളുടെ ആത്മമണ്ഡലത്തിൽ നിന്ന് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ചിലതൊക്കെ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഉയരങ്ങളിൽ അവർക്ക് പറക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലോട്ട് പറന്ന് കയറാൻ തക്കവണ്ണം ഒരു ബലത്തെ നൽകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളെ ആരാധിക്കുവാനായി അങ്ങ് ഒരുക്കിയതിനായി നന്ദി അപ്പാ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി. ഓരോ ഡിവൈസിലായിരിക്കുന്ന മക്കളെയും ആരാധിക്കാൻ സഹായിച്ചതിനായി നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ഇപ്പോൾ ആരാധിച്ചു കഴിഞ്ഞു. എത്ര പേർക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ കഴിയുന്നു? കരങ്ങളെ ഉയർത്തി കാണിച്ച് ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുമ്പോൾ ആത്മാവിൽ വലിയ സന്തോഷമാണ് നമുക്ക് അനുഭവിക്കാനായി കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു വാക്യത്തിൽ ഇങ്ങനെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലല്ല, ലേഖനങ്ങളിൽ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെയാണ് കാണുന്നത്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ചുറ്റുമൊന്നും സുഖകരമല്ല എന്ന് പറയുന്നവരോടാണ് ഈ വചനം എന്ന് പറയാനായിട്ടുള്ളത്. നമ്മുടെ ആത്മാവ് ശുഭമായിരുന്നാൽ, നമ്മുടെ ആത്മ മനുഷ്യൻ ബലപ്പെട്ടിരുന്നാൽ, നമ്മുടെ ആത്മ മനുഷ്യൻ പുറത്തേക്ക് വന്നാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളും ശരിയാവും. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ പറയുന്നുണ്ട് ശരിയാണെന്ന്? ഹല്ലേലൂയ. അപ്പോൾ എവിടെയോ എന്തൊക്കെയോ ശരിയല്ല, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ആത്മാവ് ശുഭമല്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. Beloved, I wish above all things that you may prosper and be in health even as your soul prosper. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യൻ എത്രത്തോളമാണോ ഹെൽത്തായിരിക്കുന്നത്, എത്രത്തോളമാണോ പ്രോസ്പർ ആയിക്കൊണ്ടിരിക്കുന്നത്, എത്രത്തോളമാണോ ആത്മാവിൽ നമ്മൾ വളരുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പുറത്തെ മനുഷ്യൻ്റെയും നിങ്ങളുടെ പുറത്തെ സാഹചര്യങ്ങളുടെയും എല്ലാം അവസ്ഥ. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിലും ചില സാഹചര്യങ്ങളൊക്കെ നോക്കിയാൽ കലങ്ങി മറിഞ്ഞ അവസ്ഥയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ആത്മാവിലും അതേ പ്രശ്നം ഉണ്ടാവും. പുറത്തെല്ലാം കലങ്ങി മറിഞ്ഞ അവസ്ഥയാണെങ്കിൽ ആത്മാവിലും അതേ വിഷയമായിരിക്കാം. നമ്മുടെ ആത്മാവിൽ സ്വസ്ഥതയുണ്ടായാൽ, ആത്മാവിൽ സുഖമുണ്ടായാൽ, ആത്മാവിലൊരു അഭിവൃദ്ധി ഉണ്ടായാൽ നമ്മൾ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യത്തിലും ശക്തിപ്പെടുന്നവരും അഭിവൃദ്ധിപ്പെടുന്നവരുമായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങുകളിൽ നമ്മുടെ ആത്മ മനുഷ്യനെ വളർത്തുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തി അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ഒരു പ്രശ്നം പരിഹരിച്ച് വരുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് അത് മാറും. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ആത്മാവിൽ വളരുന്നവരാണെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തനിയെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിൽ ഒരു ബലമാണ് നമുക്ക് ഈ നാളുകളിൽ ആവശ്യമായിട്ടുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നിച്ചൊന്ന് ടങ്സിൽ ആരാധിക്കാനായിട്ട് പോവുകയാണ് കുറച്ച് സമയം. അതിനുശേഷം നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയും എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ പറയാനുള്ളവർക്ക് അതും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തിരി പേർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ധാരാളം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ആത്മമണ്ഡലം വലിയ വ്യത്യാസമുണ്ട്, നന്നായി ടങ്സ് പറയാനായിട്ട് കഴിയുന്നുണ്ടെന്നൊക്കെ ഒത്തിരി പേര് എന്നെ അറിയിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പോവുകയാണ്. ഇതുവരെയും ടങ്സ് ലഭിച്ചിട്ടില്ല എന്നുള്ളവർക്ക് വേണ്ടി ആദ്യം ഞാനൊന്ന് പ്രാർത്ഥിക്കുവാണ്. എന്നിട്ടാണ് നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെയും ഞങ്ങൾക്ക് ടങ്സ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഇതുവരെയും ടങ്സ് എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം.
ഇപ്പോൾ പ്രിയ മക്കൾ ടങ്സ് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രിയ മക്കളെ തുടരണം. സൗമ്യ സിസ്റ്ററിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇപ്പോൾ ഇറങ്ങി വരുവാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജലാലുദ്ദീൻ ബ്രദറിലേക്ക് ഇപ്പോൾ കർത്താവേ ആ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വരട്ടെ. ബ്രദർ ജോയിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തീനാളങ്ങൾ പതിയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഒരു അഭിഷേകത്തിൻ്റെ പുതിയ തലം അവർക്ക് വേണ്ടി തുറക്കപ്പെടാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സോമൻ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ഇറങ്ങി വരട്ടെ. പ്രസീത സിസ്റ്ററിൻ്റെ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ മിനി എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്ത പ്രിയ മകളുടെ മേൽ ആത്മശക്തി ഇറങ്ങി വരട്ടെ. ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന സഹോദരി, പേരറിയത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരിയുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, ആരെല്ലാമാണോ ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ ആരെല്ലാമാണോ ഇപ്പോൾ ആഗ്രഹത്തോടെ അപ്പാ അങ്ങയുടെ അഭിഷേകം എനിക്ക് വേണം, അത് ലഭിക്കാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ ആത്മാവിൽ ഭാരത്തോടെ വിഷമത്തോടെ കർത്താവെ ആരൊക്കെയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, യേശുവിൻ്റെ നാമത്തിൽ ജെസ്സിക്ക എന്ന് പറയുന്ന ഡിവൈസിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ വലിയ തൊടിയിൽ ആ നാവിലേക്ക് ഇറങ്ങി വരുവാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ നാവിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ നാവിലൂടെ ഇപ്പോൾ മുതൽ അന്യഭാഷയുടെ അടുത്ത തലങ്ങളിലേക്ക് ഒരു കയറി വരുവാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കണം. പ്രാർത്ഥനയുടെ തലങ്ങൾ മാറട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, അഗ്നി വ്യാപരിച്ചതിനായി നന്ദി. ഒരു ആത്മമണ്ഡലത്തിൽ ഒരു ഷിഫ്റ്റ് ഇപ്പോൾ സംഭവിച്ചതിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മളിപ്പോൾ ഒന്നിച്ച് അന്യഭാഷകളിൽ സംസാരിക്കാനായിട്ട് പോവുകയാണ്. ഒരു അരമണിക്കൂർ സമയം. ഇപ്പോൾ മുതൽ ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറയുന്നത് 8 മണിയായിട്ടുണ്ട്. 8:30 വരെ നമ്മളൊന്ന് ടങ്സിലൊന്ന് ആരാധിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്, ടങ്സ് ഇല്ലാത്തവരും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. കാരണം നിങ്ങൾ വേറൊരു റലത്തിലാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. അന്നേരം നിങ്ങൾക്ക് ടങ്സ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുമ്പോൾ ഷിഫ്റ്റുകൾ സംഭവിക്കാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് 8:30 വരെയുള്ള സമയം നമ്മൾ ഒരുമിച്ചൊന്ന് ടങ്സിൽ ആരാധിക്കുവാണ്. ദൈവത്തിൻ്റെ അത്ഭുത സ്പർശനങ്ങൾ ചിലയിടങ്ങളിൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്, കഴിയുന്നവർ അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും ഒന്നിച്ച് ആരാധിച്ചാട്ടെ. റൈഖൽ സറൂല റോന്ധര ബലഹ സറൂന ലാന്ധരോ ബലഹസേ റാന്ധോ ബലഹ സറൂ ഖലാറംധര റബന ലീസറ ലഹത് ബല റൈസേന റീഗല സറൂ ഖലാറംധര റിഗന ലേഗശമന. യൂട്യൂബിലെന്നെ കാണുന്ന സഹോദരങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിച്ചാട്ടെ, ഒന്നിച്ചു പ്രാർത്ഥിച്ചാട്ടെ. ടങ്സ് ഇല്ലാത്തവരും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്കറിയാവുന്ന ഭാഷകളിൽ കർത്താവിനെ വായികൾ തുറന്ന് സ്തുതിച്ചാട്ടെ, അധരങ്ങൾ തുറന്ന് സ്തുതിച്ചാട്ടെ. റൈ സറൂ ലറോന്ധര ബലഹ സറൂ ഖലാറംധര റബന ലേശ്വറോ ലറന്ധരോ റിഗല സറോ ഖലാറംധര റബൽ ഹസ്സറോ ഖലാറംധോ റബനഗലിശ്വറ ലാഹത് ബരെ റബല ഹസ്സറോ ലഹുത് ബരോ റിഗാനെ റേശ്വറോ ലഹുറോ ദരലേശ്വറോ ഖലാറംധര റബന ലേസറോ നലാഹത് ബരോ റിഗന ഹേ സോറലോ റദോര റീഗൽ സറോ ഖലാറംധര റബന ലേ ധോറന ലേ സറോ ഖന ദരം സമോന ബലഹ സറോ ഖലാറംധരെ റബൽ ഹസ്സറോ ലറംധരോ റബന ലേഗ സമന റബല ഹസ്സറോ ഖലാറംധരോ റബന ഗലിശ്വറ ലാന്ധരോ റബന ലേ ഷാറ ലാറംധരോ റഗന ലേഗ സമന റേ ലേ സറോ ലറംധര റബന ലേഗ ശമനാംധര റിഗന ലേഗ സമന റിഗന ലേഗ സമനാംധര റിഗന ധര റിഗന ലേ ഷാറ ലാഹത് ബരോ റിഗന ലേ ഷാനോ ധര റിഗന ഗലിശ്വറ ലാഹത് ബരെ റഗോന ലേഗ സമനാംധര റീഗ സമന റാന്ധോര റീബന ബല ശമനാംധര റേ സോലെ ഹേ ദേരെ റീഗാല സമന റബൽ ഹസറോ ഖലാറംധര റിഗന ലേ ഷോറന ലഹത് ബരോ ലഹേ സേ രേഖേന ലേ ഷോറ ലാറഥോരോ ലേഗെ സബര ലേഗ സമനാംധര റബന ഗലേഷേ റാബാന ലേഗ ശമനാറന്ധരോ റബന ഗലിശ്വറ ലാഹത് ബരെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അത്ഭുതകരങ്ങൾ ഇപ്പോൾ ചലിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ ഡിവൈസിലായിരിക്കുന്നവരും ഓരോ വ്യക്തികളിലേക്ക് ഇപ്പോൾ ആ തീ വ്യാപരിക്കട്ടെ, തീ വ്യാപരിക്കട്ടെ, തീ വ്യാപരിക്കട്ടെ. ഓ റബോല ഹസറോ ലറംധരോ റബന ഗലിശ്വറ ലാഹത് ബരെ റബോന ലീഗ ശമന റിഗന ലേഗ സമനാംധര റിഗന ലേ ശറോ ലറംധരോ റബന ഗലിശ്വറ ലാഹത് ബരോ റബന ലേഗ സമനാംധര
regal samanon tararigana reshuru laharadar shamana ribana liba shamanam tararigana lega samanam toragana le shoralo ratru kaleshabararigana le sharalahat barorigana lega sabara rente rigana lega samanam terabana le shoralahat bare rabana lega shamanam tarariga shamana rigana le saralo raturu barasere la roturu le serene rabala harola la sorokala rantara rabana rele sekara la ranto rabana galishora la hadbare rabana lege dere rikana laga sobola hadbare nalese rabona lega samana rigana lega samanon tara rigana le shara la harabduru kale sabara rabona lega samanam tara rigana gale sharu kala rantara rigana le saru la hadare kala sabora ne le seke rabona lega samanam te rigana gale sharu la haradoro le se rabala ragulo daranendo rabana lega samana rekhala sabaro le hasbaro nalahad baro regana le sharala hara lahud bararigana le sharala hara la hasmana rabuna lega samona lahad baro nale sarana lohad baro reise barahala hasuru nabuna e darana le dobuna bi haladara risonam tharamana lisaga baro rigala rigana simona halad derekana bal hasburo rikhana dira bahusruna le turukana sikara bale hadbo regene le sabora nala ranto banale gasarotara lege baranara khuturu nala seyra nalanto banagalese rabaho berena lanto banale doranala sikana manale gaburu nuli bahasika rentaro rabanagalis rikaba hisbo bihar lodon taranale sarala ranto barahala sharula rantara rigala sabara rakhala sarokhala rantoro laga sabara rikhala la sarokhala rikana le sarokhala darshade rabana lega samana rikhal soro lo rente bara le hesse rabana lok se barano lo ho ronto bana les bara hal risaro khala rantara rigana lega shabara rabala sharo khala rantara rigana lega samana rekhole sibera lo ronto bana le sara khala rantaro o baralano rento rabana lega barana lo rotto ko sikarala nanto banase bahoro lo rente galasaro khala rantara rabal haddoro nal sikerana lahad barona lese rabana lagasaro khala ranto rabana galisara nalahud biranalis boro maha de gale barala saro khala rantara rabana le shorulo rakho sekarala rantara o barana le sekarala ranto rabana le salaharu la rete kana le sorana la rutere kaseke barana lo sekerena la dorene le seka barana lo sekara bala horoboro seke barana lo sekerano le rentere le se barana le ko sekarana la rutere kalasara baralo ke sekarana la ronto regene le se barana lo rete ken lo sorona la ranto barana lo he sekaro la ra ke serele bala serena lo rente kala soroko hese barala ronto gene la sikarana lo haraseke barana la rose kela bahurenele sarunale tharoka baranala sorenele hasorabale hosorula ranto kele khasorulo rote baranalo sekarana la ronto kalese hadoba rabu hasbo rente gala lesh rola re sororo helese barala ranula sekarabana lese baharana lo subohalo rasa barona le sarola ranto ragal sabara hela shurona le has barona le sore bahara lahora rara khole bahara laron darabana la se bahara laron thugola sukhoba bigarana lo ke sikarana lo ke sikar bala sikho bana lunto banal kidarana lo biha boho rene laske hoto korala rattigalo diganalam bigarno to kila risrunala de kisurgu bahalsa bahrano sigarana bol sikhora bahas botro kalazba bikar gul sikamana lomtiban gulis borone galok ke sikar bal hasburona linta banaliga surula ratorogal sar
बलहारोने 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 बिलारो हे सुरोले हा बरोनला सुरेले हा बरोले हा बरोनले हरोले हरो सरोल रेखले लेरो हेले रिहो लोही मलोही मलोही अलो सिखोर लो रधो बारना लो सिखरो ला रोनाले गुरो बहुस बार बेलहरो नले सरो नलास के रेनेले और रे सोरो लो रोहेद बरो नले सरला और रालो शोरो लो रो खेले सारो ला राखे सुबो बराना लो रे खेले शोरो लरंतो रबना गलस बरो नाते बाल हरो ले सरो खना लरोंते बाल हरो लरिगा सुरु नहाद बे बाहो बिनाल समोन ले रंतो रबना लेस बा हेस बरोन ले रंतो रेल सरो लरें खला सबरा बाहरो ले सिरो रात बेरान लो रे सहरल बिहार लो तेरे ले सरोल हैरो सेखे रलो राहुल रेगा बारा सेखे बाहो रेने ले सोरे हो बारा लो सेरा लो रे बारा लो सेखे रोथे बाहरो ले सारो ले हेसे बाहो रे ले हसो बहारे बाहो रे ले रसो हरोला देरा न लो सिखा बारा नूल बरानला सेरो लराहो से हे सोरो हल हासे बारो नूल सिखा बल हरो नले सोरो खला रंथो रगल्स बो बेरे नलुस्को बरा नले सोरो लरंथो ले गस्बा रबो बला से बारा नलो से खेरला सो बल हो बरो बल हो बलो बल हो बरो हे सबेर हलहार सिबोर बल हे बरो नलोस बरो नला रोस्कार बलो रबाले रोस्कोर बिखार नलो रेस बरो निगलस बिरान ले हद बरो नासे बलो हरा नलोस बिखार हलहा बलोहा रे नास्क्रो बला रेसर रेस ब्रोने लखुस ब्रो नलस बिखा बहोस बिरल लथोरिन लस मिखा न बोल हस बिखार बलहरो नंतो मनलगस बरोला रेसे हो बरनलिस करोला राहो लशरोले खसबेर बेहो बरोनले सरो खलारोस मेने बरोला रोखे सिबोरला रेखे से बरोल हनबोस मिनालन थोरे खले बरो हल सरोनला रस्करो बलास बबाल्स मिहान बारुस मोरोनलिस बहोस बारानलिशा हरोर रेखल्स बरो बिहोरलोस बिरेनलिसो हे बरोलरस बो हरमना बलहारी गोल बहार बिला बलहोस मेरे हलहोरिस बरोल हाथ बेर बिहोरनलिसबो बिहारिसबोल हेज बरानुलुर शकोश कल हर्षबोर बिहारिसबोरो नले हसबी रो हसबार हरहोरिगल्स बरो नले रेखल्सबोर हलहार बिहोर मिनाल रुते गलसो बिहरोरे लेफ्टरो कलशबरो अरेना लशरो लरांथो बलहसबरो नला हरेसो बिहरो लारोस बरोनल्स मिनालक्स मिहोरन men लुशरो नला रो थरोलिस करो लराथोरे bahar rahuls biu helha dorene lashro gals minon thararigana les buro bihors manolis monolis mihan bilos mena bihars mino linka simhar biharsworuhul harus mehal bilhornas bor halhas mina lahor halsba harbo hai Burunola sorol hariso bahor ila sorola rohal hase o baral ho sorolo roter balo hesha ralo rekhan balan saman hor biharis sorola rethe balahar bolo hasminantara lakis bor bilasmina balas burunes hes baralo rekhele soro bahar sikal balhar boro derali sere kaloren thoro golushor balhar soro la rathoro al horana la shoro la ranse
बाहर निकल, बाहर निकल, बाहर निकल। अल खुशबुरून लर्री खिसुरुल हराम मनालिसोर, बाहर निकल, बाहर निकल। हारुस को रवाहल सिखार बल हरन लो खसी बार हलन होद बरल हल हस बिरोन ली खर सिखार बलहर बलहो 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 रलोस मिनांतर बिल हसबी खर खानो बेखालो सिखा बालरांतो बेलहरो सेर बेखर लसबी रनलो सेखार लारु सिखार बालरनींतो मेना लेस बार हेला हो सोरोलो रेंक बाहर नातरो ना लेंक बोरो रेंक खल्सबो रखल हो बरा नला सरा रेखाना ले से बाहर ला रोसे रे खला रसोरो ले रे तेरे ओले शरो खना लेकर सरो खला सबा रोला से खाना रे ला सरो लरांतो रगला हेल सरो लो रोय खेल सरो लरांतो रगन हल बाहर सरो खल हरो बेक बेक बुलबो बिकान बेनालक्स बरोला रंथी खल सिख रथोरोला रे सरोला रंथोरेल सराखले हो बाबा रेन लेंग बेनालंग की बेनालंग लिंगिस्मान हस्पीराना ले सरो हस्पीना रागिल सरो बलहर दना बल सीमान हल हस्बेर बाहर हो बिखानम तरबनल सरद ऋतुकुलिका बाहरंग तरबनले दुरुगना लिसा बनागल से बरोन लेग शिखर तरो लगसमनाम तो रिगना रेश ले लेके बना बालोगे से खारनोल बारानुल की तेर बलसी हो बकर तेर हो पकर तेर बलाना कोसी बार हो लहारो नल शोरो से हो बरलो से खार ला हस ओ रनोला से ओ रनेला से ओ रनाला से ओ बहारा से ओ ला सारो खेरे सार बोलो शार खोला सेर बहोर बनाला सुखोर बेकारा न लोको से खरा तोर बलसी खोला के से खरा ला रेत बकोना लेकार सिमोन खलसी हल दमना हल हदारे लोक से हो तो बहारे अलहा तोरो बिकारानो लेकारो लो रीताना बल हो सोरो बिखार बोलो एक खला रिखोर एला से बारो ना लेकर असोर गो थोड़ो बाहर निकलो सारे को बाहर निकलो सारे को ए सबूला रेखो ले सबूरा लेखोर अलो सिबार नोल खसबार लिख सिखारो रोसे अर्दर मना अजमीनो बेगार बोलो ले शरो लरों तेरे ओ से खारलो रेखाले बार नाला सेरा नाला रेंथे ओ सरला रो से खेरे ने ओ ले शरो लाहोरा थोरे बारला सेरा लो रुखो ले शरो बिहर खोलो शरो मान है से बोहो लाखों से खालो रे नाले ओ लारो सरे खलारो से उल्हारो सरो लारो से खारा लगोर बालारो नोलो रिंदार नोले सेखे ओ हो शरो ला रस रखले ओ बाबा राखो बाला से बारानो लेस बोर अबो बाबा रनोला सिमाहोर बलारो है बरसो हेलारो थानोला शरो लगा शरो बारा लगो शोरो इंदोरो माना लाहर अल सिखो बनारे अदरन लाहौर से बोरोला सरोला रोथर से अला रोथ कल शारा ओला बरन ले सखला रे थे उरन लो है सारा ला है ओ बरला सरोला रे थे गेले अरला रांदोरे ने ले रेशरो एरला रांदोरे बनले शखो बेरन लो रे बल शरो खला रे से बो होता
alazahoro elarana la sorholo e baba al sarana lore kase adarana lare soho irana la rose orbal harola se obarala resha ala reina la shoro hal sabara o sara kalaranso e korala rosoro kalarante bahar निकलो सभी को अलसारो होना लासबोर बलहासीमा अरुता रिसोर बलहासिको बलहा बारहा लगोसा अरे लसा ए हो सेखार ए लशरो खाल बारोन लोरेन लिशो बाहर महुरना हुलसे अल हरोता बाहरे अला तो bahar sar bal hasminan to bahasber ezeran lazim an sekarun le sikar al sekoran le sikar le sorakana le gashora lasbo be baba riko sekara la rose bara la rose karola de sara o la ranto banale ge serano bebe baba le nikarun dando bellana no balla hosbor he bol bala ba hasro khala raso bala sura law hasbo rakhala basho baba rena los minarando bala rugina balo kisor mina risor lorendo bana lesharo lahare bahor lase rinala ronse bahor nela sorogale bah o balos bohar le sorano bel hasir nalande banali saran lisar bahar se rukol lanto kal serena la rekas bohar ser trole se bahar ro sarana la rento rabal hasro bala shoro lash barana le hase boho ro sarala reso bilhat se mana lansa mana bruna ligo birana ligo barana ligo lotro lasro la rato rigana leshro lahad baro rigana leshro lo rekhe serena lahad baro rebana lagash baro laharasre baraba lak sakola rikhena se balaga legedara no la sek baroka leke sikoranal horbar helbar ranal speaker balo hisar hindor binaligas borona malsbor bila hartor mi harrot seresh rola ratogal balaro se regals bigona tera lanto ren sikhar balhar manohar saror balara sikor banalagi sor ber lo sorola hadbaro nalasoro baral serekana lagas baro nalesre barahal sorona la hadbaro nalese bahar saro lehed baro bihar la hasro nalohad bare rabana legas samanaun tararigal saro khala rabano legas samana rigana legas saro khala ren terarigal saro khala rahara bahar lakhto regel simana ren terarigal saro khala ragana le sharahal hasro kana darshade rabana legas samana rigana legas mana ren terarigal samana rigana legas mana ren terarigal samana rigal sabara rigana le sharo lahad baro rigana legas mana re khela dir shamanam dararigala o lasharo kala ram tho ragana galisho rabal hasro kala ram tararibana le shor lahad baro na le sharo kala rabal hasro kala rato ribal samana rakho la shor lo re khe soro kala ran tare rabal hasro kala ram tararibana legas mana aso bahal harotara kaleshbara esro khala darshado rabana leshor la haraduro kaleshmana re la sororo koleshro khala o sarlo ratoro kaleshro khala rasro lahara darshado rabana legashmana rigana legashmana regala saro khala rahat baro legasbaro rigala darshmana re le darshado rigana gala saro khala darshado rabana
regele sero la rantero galasaro kala rabora rebele se karana lo ranto rabana galisar la haratore rabal sabaro rakala sire kele adar shado rabana lega samana hadaro kana samana rigana lagat sabaro lahad baro ragana galishor la haradoro sare rabana lega shamanandar rigana lega samana rigana o lo shoro lo rondo ragana galishor la haradoro she rabana lega shamana rigala sabaro lahad baro lese rabana lega shamano dara rigana galishor la haradoro se rabana lega shamana rigana leh sabara la haradore o suru kala soro kala thore lega shamana re kala soro kala rah soro kala randara rigana lege sharo nala rutoro kasabaro la haratoro kase baro nala suru nala ranto bala hasoro kala randara o sare bala harola bahara la soro loro hes baro nala soro kala rabal hasaro kala rantare rabal hasaro kala ranto rabal hasaro kala ranto rabal hasaro kala ranto lesh resh 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 lesh ro laranse bar lasaro lahasaro kala sabora hal sabara lesh ro laratoro kala shabara lesh ro kala rekala shabara regana rabal saro kala rantara rabana lesho rabana legas baro lahas baro nales baro nales baro nales barolas baronalis baronalis suru hasbe o bal hasru nalahat barona sibol heis baronala harola sikhar baranolo ke sekharanal he bara nalo sakor bekaro lo baronala hasro kala rantara rabana lega shumanam dara ribal saro kala rahodare rabala harodara kalisare kana lantare rabal hasaro kala rantara rabana galisharo bihar lo sharo laranto rabal ros ro laran soro kala rasore bala hasoro larantoro rabana galisharo lahad barorigana leshor laratoro kala saro kala rantare rabul harotara legasaro kala rantoro rabana rebala hasaro kala rantoro rabana legashamana rikana leshoro kala rantoro rabana leshoro kala rantoro leshoro kala rantoro ragana legashamana rele soro kala ranto barhala ho barara dega lagara la soro larante barare kalashoro laratoro kaleshe barana la hasbaro nalagarandare gana lasare balasiko rabala hasaro kala rantoro regana re kala saro kala darashado regana barala hasbaro lahud barana lesa larantoro galasaro ratora baraseke balaro nele saro lahad bara leshro larantoro regal sabara rasor lore tere gasba rabul barana lo seke baralore sarola rasaro kala rasare kere balarantoro genela sorola ranto ragal sabara ragana les boro lo hasboro la ratoro kase barana les sarola retere kala sabara barala roto lege saro gala rantoro rabana galisha ral hasro kala ranto ragal sara kala rese rasala ratora regal samana rikhana lagar sekela rantoro gale saro kala rante balaharo lo rekela barana lo rote re kalusare kala balaro ne sarona la haro sara kana lagora le saro ko le re sekena balohoro leke sa rabona le sena balara no leke sabora la ro sekena la sorona lohad barona le sara lahora le saro kala rasaro kala seba rabala soro kala rasaro kala raso bala saro nala harbodo bala soro kala ratoro bala haro nalo sama nalo hara darasado rekela darashado rabana lega samana ralo rabon labon 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 alase barala rotora le sarana le haralo seke barana logo rabola hasboro lo re tere sere la rodora regala saro la randare kalaso rabala horo la rose karo la ranto regase rabana lega samano regal sabaro la haratoro se rabana lagas baro la rontara legas baro rebene lega sharo la rutoro kashbaro la rose rals bi karlus minalanto bikal
kalas biro nale saro baraloro sekaro loro toro kalish baro laron toro kalas boranala shoro kala rese rabon riban simon halas borele al horo sekara la rose baranale siru nala harse balaro soro kanala has bararibana യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അന്യഭാഷയിൽ ധാരാളം വളരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ തുടരെ പ്രാർത്ഥിച്ചുകൊണ്ടേ ആയിരിക്കണം. നിങ്ങൾ നിർത്തിക്കളയരുത്. നിങ്ങൾക്ക് ഒരു വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു അക്ഷരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയോടെ ആയിരിക്കണം. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയത് വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എല്ലാവരും സന്തോഷമായി ആയിരിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന 80 ഡിവൈസുകൾ ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടായിരിക്കുന്നു. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര പേർക്ക് ടങ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ സിസ്റ്റർ എനിക്ക് കഴിഞ്ഞു എന്നുള്ളവർ മെസ്സേജ് ചെയ്യുകയോ കൈയുയർത്തി കാണിക്കുകയോ ചെയ്തേ. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു മടുക്കാതെ നല്ലൊരു ഫ്ലോയിൽ. ഷീല സിസ്റ്റർ എനിക്ക് തോന്നുന്നു പാടുകയാണെന്ന് തോന്നുന്നു, ആത്മാവിൽ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷീല സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സോ ഫ്ലോ ചെയ്യാനായിട്ട് ഒത്തിരി പേര് ദൈവം ഇതിനകത്ത് സഹായിക്കുന്നുണ്ട്. പുതിയ ചില വാക്കുകൾ കിട്ടി, പുതിയ ചില അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്നവർക്ക് ഇപ്പോൾ പറയാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കായി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ചയിലെ അനുഭവങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ടായ ചില അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സാറാ സിസ്റ്ററെ പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ സിസ്റ്ററെ. എന്റെ പേര് സാറ എബ്രഹാം. ഞാൻ സിസ്റ്റർ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്ക് ഒരു കോഫിന്റെ പ്രയാസത്തിൽ കൂടെ പോവുമായിരുന്നു. സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളം തന്നു. അത് കഴിഞ്ഞ പിന്നെ എൻ്റെ ചുമ കംപ്ലീറ്റ്ലി ദൈവം ഹീൽ ചെയ്തു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സിസ്റ്റർ നമ്മളോട് ഷെയർ ചെയ്തത് തൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു അനുഭവമാണ്. ചുമ മാറാതെ താൻ ഒത്തിരിയേറെ ഭാരപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് വെള്ളം താൻ കുടിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുവെങ്കിലും സൗഖ്യമാക്കിയത് ഞാനല്ല, കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവ് അവിടെ ഇറങ്ങി സൗഖ്യം നൽകി. താൻ ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുന്നു. ആ ചുമ മാറാതിരിക്കുമ്പോൾ തനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ആ ചുമയെ പരിപൂർണ്ണമായിട്ട് മാറ്റിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാമല്ലോ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവെ നന്ദി, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? ഇനി എല്ലാ ഡിവൈസിനും വേണ്ടിയൊക്കെ ഞാനൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാജീവ് ബ്രദർ പറഞ്ഞാട്ടെ. സൗര കൃപയാൽ തന്നെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച മീൻസ് ലാസ്റ്റ് സൺഡേ അവിടുത്തെ ഡെലിവറൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യം എനിക്ക് അനുകൂലമായി ഇരുന്നില്ല. പക്ഷേ അന്ന് അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എനിക്ക് ആ വഴികൾ ഒരുക്കി തന്നു. പ്രതീക്ഷിക്കാതെ എനിക്ക് ആ ഞായറാഴ്ച ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ, ഡെലിവറൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അതിലെനിക്കൊരു പുതിയ അനുഭവം എനിക്ക് കിട്ടി. അത് ഞാൻ സിസ്റ്ററോട് വാട്സപ്പിൽ ആ സാക്ഷ്യം ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ ഞാൻ ആ സാക്ഷ്യം വെളിപ്പെടുത്തുന്നു. ഞാൻ അവിടെ വന്നു. ആ മീറ്റിങ്ങിൽ നല്ല ഒരു വർഷിപ്പായിരുന്നു. ആ വർഷിപ്പ് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ, അന്യഭാഷയിൽ ഞാൻ ഭാഷയിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു വിഷൻ, ഒരു ഷാഡോ ആയിട്ട് ഒരു വിഷൻ കിട്ടുന്നു.
എൻ്റെ അടുത്തൊരു ദൂതൻ ഒരു സാക്സോഫോൺ വെച്ച് എൻ്റെ ആ അന്യഭാഷയുടെ ആ ട്യൂണോടൊപ്പം പുള്ളിയും എനിക്ക് ആ സാക്സോഫോൺ വായിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എൻ്റെ ഒരു തോന്നലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാലും ആ ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ ഒത്തിരി ദൂതന്മാർ നിൽക്കുന്നുണ്ട്, അവര് വാദ്യങ്ങൾ, അതായത് അവര് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അവര് വായിക്കുന്നുണ്ട്, നിങ്ങളോടൊപ്പം ചേർന്ന് ചുവടുകൾ വെച്ച് അവര് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ശരിക്കും ഞാൻ ആത്മാവിൽ ഒത്തിരി സന്തോഷിച്ചു. കാരണം എനിക്ക് അന്ന് കിട്ടിയ ഒരു അനുഭവം ഒരു പുതിയ അനുഭവമായിരുന്നു. അതിന് ദൈവത്തിന് എന്നെ സ്തോത്രം. അതുപോലെ എനിക്ക് കഴിഞ്ഞ ബുധനാഴ്ച സൂം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ആത്മീയ അനുഭവം എനിക്ക് ഉണ്ടാകണം. ഇത് സൂം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം അതിൻ്റെ അടുത്ത ലാസ്റ്റ് സൂം മീറ്റിംഗ് സാക്ഷ്യം പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ അതിനുള്ള അവസരം കിട്ടിയില്ല. ഞാൻ ഞായറാഴ്ച ഇതുപോലെ ഒരു ഞായറാഴ്ച ആരാധന പള്ളിയിൽ ഇരുന്നപ്പോൾ മറ്റേ അന്യഭാഷയുടെ വ്യാഖ്യാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ ആരാധനയിൽ ഒരു ചെറിയ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ളൊരു വാക്ക് മാത്രം ആ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എനിക്ക്, എൻ്റെ ആത്മാവിൽ എനിക്ക് ലഭ്യമായി. ആ ഒരു വാക്ക് എനിക്ക് ലഭ്യമായതോടുകൂടി അന്നത്തെ സർവീസ് ഫുള്ളും ഞാൻ ആരാധിക്കുമ്പോഴെല്ലാം ഒരു ക്രൂശിൻ്റെ ഒരു കാഴ്ച എൻ്റെ കൺമുന്നിൽ വന്നു പോകുന്ന ഒരു കാഴ്ചയുടെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഇത് രണ്ടും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവങ്ങളാണ് എനിക്ക്. ഇത് എനിക്ക് ലഭ്യമാക്കി തന്നത് സിസ്റ്ററിൻ്റെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ആത്മീയ റിലംസ് ഒക്കെ എനിക്ക് ഓപ്പൺ ആവാൻ തുടങ്ങിയത്. അതിന് ദൈവത്തിന് കൊടാനക്കൊടി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. താൻ തൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നതാണല്ലേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നത് ഒരു റലത്തിലാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ ആ ഒരു റലത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് എപ്പോഴും ശ്രമിക്കും. ഹല്ലേലൂയ. ഞാനിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്താണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണോ? അറിയണം. ഹല്ലേലൂയ. ഇവരെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണമേ. എന്തുവാണ് പ്രാർത്ഥിച്ചത്? ഇവരെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവരെല്ലാം എവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന്? ഹല്ലേലൂയ. എവിടെ നാം പുറത്തേക്ക് കൊണ്ടുവരേണ്ടേ? അതുകൊണ്ടാണ് നിങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് ശക്തമായി ഇൻ്റർസീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി തവണ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയോ സാഹചര്യത്തിനകത്ത് കുടുങ്ങിക്കിടന്നിട്ട് നിങ്ങൾ കർത്താവ് വിചാരിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല. കേൾക്കുന്നുണ്ടോ? എനിക്കാണ് ഇവിടെ നെറ്റിൻ്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണേ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലേക്ക് ആർക്കൊക്കെയോ വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ബലത്തിൻ്റെ ആത്മാവിനെ ഈ നാളുകളിൽ ദൈവം അയക്കുകയാണ്. ബലത്തിൻ്റെ ആത്മാവിനെ, ബലത്തിൻ്റെ സൈന്യത്തെ ദൈവം, ബലത്തിൻ്റെ ദൂതന്മാരെ അയക്കുന്നു. ബലം നൽകുന്ന ദൂതന്മാരെ നിങ്ങളുടെ കൂടെ കർത്താവ് അയക്കാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ 7 തലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ബലത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ദൈവം പകർന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചിലരുടെ ജീവിതങ്ങളിലൊന്നും ഒട്ടും ബലമില്ലാത്ത അവസ്ഥയിലാണ്. എന്ത് ചെയ്യണമെന്നും അറിയില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുണ്ട് എന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പല അവസ്ഥകളിലും ബലമില്ലാത്തതുപോലെ ആയിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവം ഇന്നൊരു ബലത്തെ അയക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞാട്ടെ, അപ്പാ എന്നെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ആരോഗ്യ മേഖലയിലാകട്ടെ, നിങ്ങളുടെ ഭൗതികമായ വിഷയങ്ങളിലാകട്ടെ, നിങ്ങളുടെ മാനസികമായ മേഖലകളിലാകട്ടെ, കർത്താവ് അവിടെ എല്ലാം ഒരു ജയിക്കാനുള്ള ഒരു ബലത്തെ ദൈവം നിങ്ങൾക്ക് പകർന്നു തരികയാണ്. ഹല്ലേലൂയ.
മുന്നോട്ട് ഓടാനുള്ള ഒരു ബലത്തെ ദൈവം പകർന്നു തരുന്നു. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ദൈവം കണ്ടിരിക്കുന്നത് അനേകരെ എഴുന്നേൽപ്പിക്കാനാണെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. നിങ്ങളെല്ലാവരെയും ഒരാളെ പോലും ഒഴിച്ചു നിർത്തിയിട്ടില്ല. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന 83 ഡിവൈസിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കർത്താവ് കണ്ടിരിക്കുന്നത് അനേകരെ നേടേണ്ടതിനാണ്. ഹല്ലേലൂയ. നിങ്ങൾ പലരും ഇതുവരെ അത് തുടങ്ങിയിട്ട് പോലും ഇല്ലായിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ബലത്താലെ നിങ്ങളിൽ ചിലരെ കൊണ്ട് കർത്താവ് അത് ചെയ്യിപ്പിക്കാനായി പോകുന്നു. വളരെ വേഗം ചിലത് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനായി പോവുകയാണ്. ഹല്ലേലൂയ. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നായിരിക്കും ചിലർ പറയുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ഇല്ല, എൻ്റെ ബലത്തിൻ്റെ ആത്മാവിനെ പകർന്ന് നൽകിക്കൊണ്ട് ഞാൻ ചില കാര്യങ്ങളെ ചെയ്യിക്കാനായി പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറ്റില്ലെന്ന് പറയുന്നിടത്ത് നിന്നെല്ലാം കർത്താവ് നിങ്ങളെ പുറത്തേക്ക് എടുത്ത് ഉപയോഗിക്കാനായി പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, നന്ദി അപ്പാ, നന്ദി. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി യേശുവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. പോലെ പ്രിയ സഹോദരൻ നിങ്ങളോട് പറഞ്ഞല്ലോ, തനിക്ക് ആദ്യമായി വ്യാഖ്യാന വരം ലഭിച്ചതായിട്ട് രാജീവ് ബ്രദർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ തനിക്ക് ഒരു വാക്കാണ് മനസ്സിലായത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള വാക്കുകൾ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഹല്ലേലൂയ. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ദർശനങ്ങൾ കാണാം. ഹല്ലേലൂയ. ആരാധനകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വിഷൻസ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ആ തലത്തിലേക്കൊക്കെ ദൈവം നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്കൊന്നും കാണാൻ കഴിയാത്തത് നമുക്കൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ദൈവദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് ആദ്യം ഒന്ന് നോക്കട്ടെ. ഹല്ലേലൂയ. ആദ്യം നമ്മളത് വിശ്വസിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കുറച്ച് പേർക്ക് കേൾക്കുന്നില്ല. അപ്പോൾ എല്ലാവരുടെ മൈക്കും ഒന്ന് മ്യൂട്ടിലിരുന്നാൽ ബാക്കിയുള്ളവർക്ക് കേൾക്കാനായി പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം വിശ്വസിക്കുക നമ്മുടെ കൂടെ ദൈവദൂതന്മാരുണ്ടെന്നല്ലേ. ധാരാളം വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. പക്ഷെ നമുക്കെങ്ങും വിശ്വാസമില്ല. അതുകൊണ്ട് ആ ഒരു ഫെയ്ത്ത് ലെവലിലേക്ക് നമ്മൾ വരണം. നമ്മുടെ കൂടെ ദൂതന്മാരുണ്ട്. ആരാധിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ദൂതന്മാരെ കാണാറുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കും ഞാൻ ഏതാണ്ടോ കുറച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കുവാണ്. അങ്ങനല്ല. നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ സ്വർഗത്തിലെ പോർട്ടൽസ് തുറക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വെറുതെ ഒരു പാട്ട് പാടി പോകുന്നതോ അങ്ങനെ ഒന്നുമല്ല സഹോദരങ്ങളെ. നിങ്ങൾ അല്പസമയമായിരിക്കും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്ന സമയത്ത് ഹെവൻലി പോർട്ടൽസ് തുറക്കപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് പൈശാചികമായ മന്ത്രവാദങ്ങൾ ചെയ്യുമ്പോഴും വിഗ്രഹങ്ങളുടെ ആരാധനകൾ നടക്കുമ്പോഴും ഒക്കെ പൈശാചികമായ പോർട്ടൽസ് ആണ് തുറക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരെത്രയോ സമയമാണ് മന്ത്രങ്ങൾ ജപിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ. അപ്പോൾ എന്തുമാത്രം പൈശാചിക ശക്തികൾക്കാണ് അവർ ബലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് പലപ്പോഴും ലിമിറ്റ് ചെയ്യപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ആരാധിക്കുമ്പോഴൊക്കെയും നിങ്ങൾ സ്വർഗത്തെ ഭൂമിയിൽ എത്തിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മടുത്തു പോകാതെ കർത്താവിനെ ആരാധിക്കുന്നവരായി തീരണം. ചില സമയത്ത് നമ്മുടെ നാവുകളിൽ പല വാക്കുകളും വരും. ചിലപ്പോൾ നമുക്ക് പേടിയായിട്ട് നമ്മൾ ചിലരത് പറയാറില്ല. ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ പേടിക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യകാല ജീവിതത്തിലൊക്കെ എന്താണ് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത സമയത്തൊക്കെ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫ്രീ ആയി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഒരു വാക്ക് വന്നാൽ, ഒരക്ഷരം വന്നാൽ, നാവിൽ വേറെ എന്തെങ്കിലും വരുന്നത് പോലെ തോന്നിയാൽ ഫ്രീ ആയി പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കുക. ഹല്ലേലൂയ. അപ്പോൾ എത്ര സമയം നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, സമയം കിട്ടുമ്പോഴെല്ലാം നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ദൈവം അനുവദിക്കുന്ന പക്ഷം അങ്ങനെയും ആരാധിക്കാം. ഹല്ലേലൂയ. അപ്പോൾ പാട്ടുകൾ പാടാൻ ഇപ്പോൾ ബുദ്ധി കൊണ്ടേ സിസ്റ്റർ എനിക്ക് അറിയാവൂ എന്നുള്ളവർ ഒരിക്കലും ഭാരപ്പെടരുത്. നിങ്ങൾ അങ്ങനെ ആരാധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആരാധിക്കുമ്പോൾ ഇത്രയും ഈ ഒരു വലിയ കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. കാരണം നിങ്ങൾ ഒരിക്കലും മടിക്കരുത് ആരാധിക്കാനായിട്ട്. എപ്പോൾ സമയം കിട്ടിയാലും നമ്മൾ പാട്ടുകൾ പാടണം. ഇവൻ നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും ഹൃദയത്തിലൊക്കെ പാടി കർത്താവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കാമല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിലായിരിക്കുമ്പോൾ നിങ്ങൾ വർഷിപ്പിന് ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാനായി കഴിയും, ആരാധിക്കാനായി കഴിയും.
പാട്ട് പാടാൻ മാത്രമായിട്ട് നിങ്ങൾക്ക് സമയമെടുക്കാനായി കഴിയും. ഹല്ലേലൂയ. ആരാധന വലിയ സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരുന്നു. ആരാധന ആത്മാവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവങ്ങളെ പങ്കുവയ്ക്കാനുണ്ടോ? അതിനുശേഷം ഞാൻ അല്പം താമസിച്ചാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. ആ ആ ആ ശുഭ ആ ആത്മാവിൽ പാടാൻ പറ്റി. ആ ഒത്തിരി ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത പിന്നെ അന്യഭാഷയിൽ കുറേ നേരം പ്രാർത്ഥിക്കാൻ, ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ദൈവം ഒത്തിരി ഉയർത്തുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ കാണാനാണെങ്കിലും ആദ്യമായി സാന്നിധ്യത്തെ തിരിച്ചറിയാനും ദൈവം മുൻപായി വന്ന് ശുശ്രൂഷിക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരി പറഞ്ഞത് തനിക്കിപ്പോൾ വരും ദിവസങ്ങൾ ആത്മാവിൽ പാടാൻ കഴിയുന്നുള്ളതാണ്. തനിക്ക് ഒട്ടും തന്നെ അന്യഭാഷയൊക്കെ ലഭിച്ചെങ്കിലും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ താൻ മരവിച്ചിരുന്നപ്പോഴാണ് താൻ ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അതുമുതൽ ഇതുവരേക്കും ആത്മാവിൽ ഫ്ലോ ചെയ്യാൻ, ആത്മാവിൽ പാടാൻ, ദൈവ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിച്ചറിയാൻ എല്ലാം തനിക്ക് ദൈവം സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് കഴിയും. ഹല്ലേലൂയ. പലർക്കും കഴിയുന്നുണ്ട്, എനിക്കറിയാം. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? സിസ്റ്ററെ സ്വത്രം. ആ പറഞ്ഞോളൂ സിസ്റ്ററെ. സിസ്റ്ററെ ആരാധിച്ചു തുടങ്ങിയപ്പം എനിക്ക് ദൈവത്തിന് കുറച്ച് അന്യഭാഷ വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണോ, അങ്ങ് മടുപ്പ് തോന്നുന്നു, തളർന്നു പോകുന്ന പോലൊക്കെ ഒന്ന് തോന്നുകയാണ്. പുതിയ വാക്കുകളൊന്നും കിട്ടുന്നില്ല. എന്തോ അങ്ങ് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിപ്പോവുക. ആണോ? ആ നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർക്ക് ഒന്ന് വീഡിയോ ഇടാനായിട്ട് പറ്റുമോ? ആ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ക്രിസ്റ്റാ സിസ്റ്ററിനായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇപ്പോൾ തൻ്റെ മേലിറങ്ങി വരട്ടെ. ഇപ്പോൾ ആ മടുപ്പുകൾ ഇടുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാനായി ഞാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഫ്രീഡം ഉണ്ടാകട്ടെ. ഇപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരങ്ങൾ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതിനായി നന്ദി. ഇന്നു മുതൽ ആത്മാവിൽ മടുപ്പില്ലാതെ ആരാധിക്കാൻ പ്രിയ മകൾക്ക് കഴിയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിക്കാം സിസ്റ്റർ. ഇന്ന് മുതൽ ശ്രമിക്കുക. കർത്താവ് വലിയൊരു വ്യത്യാസത്തെ അയക്കും. ആമേൻ. സ്തോത്രം. ഇനി എന്തെങ്കിലും ഇന്നുണ്ടായ അനുഭവങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? അതോ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങട്ടെ? ആണോ? ആ ക്ലാര സിസ്റ്റർ. ആ പറഞ്ഞോളൂ. എനിക്ക് ഇഷ്ടമായി, പക്ഷെ എനിക്ക് ഇങ്ങനെ താങ്ക്സ് ഒന്നും പ്രാർത്ഥിക്കാൻ അറിയില്ല. ആ ഓക്കെ, അത് കുഴപ്പമില്ല. കർത്താവ് തന്നോളും. പ്രാർത്ഥിക്കാനായിട്ട് ജോയിൻ ചെയ്തല്ലോ, ടങ്സ് ഇല്ലെങ്കിലും കൂടെ ഇരുന്നല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അല്ലല്ലേ? ടങ്സ് എല്ലാം കർത്താവ് തരും. ടങ്സ് ഇല്ലെന്ന് പറഞ്ഞ് ഒരിക്കലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ടങ്സ് ഇല്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ടങ്സ് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ കൊണ്ടുവന്നത്. ആമേൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു അമൃത സിസ്റ്ററിൻ്റെ മീറ്റിങ്ങിൽ നിങ്ങൾ കയറേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കർത്താവ് നിങ്ങൾക്ക് ടങ്സ് തരാനായിട്ട് പോവുക. അടുത്ത ലെവലുകളിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് പോവുക. എല്ലാറ്റിലും ഉപരി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങളെ നിർത്താനായിട്ട് പോവുക. ഹല്ലേലൂയ. ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ജോയ് ബ്രദറിനൊക്കെ ശുശ്രൂഷയുള്ള സഹോദരൻ. ഹല്ലേലൂയ. അദ്ദേഹത്തിനൊരു വിളിയൊക്കെ കിടപ്പുണ്ട് തൻ്റെ മേലെ. ഹല്ലേലൂയ. അതുപോലെ ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേരെ നോക്കി എനിക്ക് പറയണമെന്നുണ്ട്. ശുശ്രൂഷയുടെ ലെവലുകൾ കർത്താവ് മാറ്റാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും പറയാനായിട്ടുണ്ടോ? ഷീല സിസ്റ്ററെ. ആ പറഞ്ഞോളൂ. ഓരോരുത്തരായിട്ട് പറയാനും. ഇപ്പം ആരാ പറയാൻ പോകുന്നേ? ഷീല സിസ്റ്ററാണോ? ആ പറഞ്ഞോളൂ. വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് താങ്ക്സിൽ ഞാൻ ഇടയ്ക്ക് താങ്ക്സിൽ ഇങ്ങനെ പാട്ടുപാടി വർഷിപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് നല്ലതായിട്ട് നല്ല ഫ്ലോ. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ദൈവത്തിനെ വർഷിപ്പ് ചെയ്യുക പല രീതിയിൽ. വർഷിപ്പ് ചെയ്യலாம் ഇങ്ങനെ. അതാണ് വർഷിപ്പായിരുന്നു. പിന്നെ ഇച്ചിരി ഞാൻ അവെയറായിരുന്നു. ഇനി സിസ്റ്റർ അതിൻ്റെ എപ്പോഴാണ് അറിയാവുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊരു ഇങ്ങനെ കോൺഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കുമ്പം വിഷന് വേണ്ടി പണ്ട് ഞാൻ സിസ്റ്ററിനെ ഒന്ന് വിളിച്ചായിരുന്നു.
വിഷൻ എനിക്ക് കിട്ടുന്നില്ല. അന്നേരം എനിക്ക് ആക്ച്വലി പ്രാർത്ഥിക്കുമ്പോൾ വിഷൻ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാനെന്ന് വിചാരിക്കുന്നത് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഞാൻ പെട്ടെന്നൊരു മയങ്ങും, അന്നേരം എന്തെങ്കിലും ഇത് കാണും, അന്നേരം ഞാൻ ഓർക്കും പ്രാർത്ഥനയിൽ അങ്ങ് ഉറങ്ങിപ്പോകുന്നു. എന്നാൽ ഇത്രയും നാളും ഇതെല്ലാം കേട്ടിട്ടും പിശാച് ഓരോ കണ്ണുകൾ കെട്ടിവെക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഈയിടെ എനിക്ക് മനസ്സിലായത് ഇത് ഉറക്കമല്ലായിരുന്നു. ഗോഡ് ഈസ് ഷോയിങ്, എനിക്ക് ദൈവം വിഷൻ തരികയാണ്. ഇനി ആരെങ്കിലും കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ അത് വെച്ച് ഇരിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു സാക്ഷ്യം പറയുകയാണ്. ഞാൻ അതിന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊരു മയക്കം വരും, എന്തെങ്കിലും പെട്ടെന്നൊരു ഇങ്ങനെ ഒരു ഫ്ലാഷ് പോലെ വരും. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥന ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഞാൻ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഈയിടെയാണ് ഞാൻ എന്നിട്ട് ചോദിച്ചു ഇതായിരിക്കും വിഷന്. അത് കഴിഞ്ഞ് ഈയിടെ ആയിരുന്നു കുറേ നാളായിട്ട് എനിക്കിങ്ങനെ വിഷൻ കാണുന്നുണ്ട്, പക്ഷേ ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടില്ല അത് വിഷനായിരുന്നു. ഇപ്പോഴാണ് സിസ്റ്റം ഇങ്ങനെ കൂടെ പറയാറുള്ളത് കൊണ്ട് അതെനിക്കിപ്പം എനിക്ക് മനസ്സിലാകുന്നു. മറ്റേ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, മൈൻഡിൽ കൂടെയാണ് വിഷൻ കാണുന്നത്. പെട്ടെന്നൊരു ഫ്ലാഷ് പോലെ വരും, അതങ്ങ് പോകും. പെട്ടെന്ന് ഞാൻ തന്നെ ഉറക്കത്തില്ല പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഈ വിഷുവിൻ്റെ താമസത്തിൽ മാറിപ്പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യും. സോ ആരെങ്കിലും കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സോ ദാറ്റ് ഇസ് വിഷൻ. താങ്ക് യു സിസ്റ്റർ, ഇത് വളരെ അനുഗ്രഹമായിരുന്നു ഇങ്ങനെ അന്യഭാഷ പ്രാർത്ഥിക്കുന്നത്. ഇറ്റ്സ് റിയലി എ ബ്ലെസ്സിങ്. താങ്ക് യു സിസ്റ്റർ. ആമേൻ, ഹല്ലേലൂയ. സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. താൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. വിഷൻ എന്ന് പറയുന്നത് നമ്മളെ പുറത്തെ കണ്ണുകൊണ്ട് കാണുന്നതല്ല, അകത്തെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കാണാം, ചിലർക്ക് കർത്താവിന് ശരിക്കുള്ള ഒരു മൈൻഡിലോട് ഇരുന്ന് കഴിയുമ്പോൾ നമ്മളെ കാണിക്കാനായിട്ട് കർത്താവിനെ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരമാണ് പെട്ടെന്ന് ഒരു ഡീപ്പ് സ്ലീപ്പ് പോലെ പെട്ടെന്ന് വരികയും നമ്മൾ ചിലപ്പോൾ വിഷൻ കാണുകയും ചെയ്യും. ഹല്ലേലൂയ. അതെല്ലാം നിങ്ങൾ എഴുതി തന്നെ വെക്കണം കേട്ടോ. അങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് എന്തോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങിലൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും റൗണ്ട് ചെയ്ത്. ഹല്ലേലൂയ. അതുപോലെ അന്യഭാഷയിൽ സ്തുതിക്കുന്ന അന്യഭാഷകളുണ്ട്, കമാൻഡ് ചെയ്യുന്ന അന്യഭാഷകളുണ്ട്, ഈവിൾ സ്പിരിറ്റിനെതിരെ പ്രയോഗിക്കുന്ന അന്യഭാഷകളുണ്ട്, ദൈവം സംസാരിക്കുന്ന അന്യഭാഷകളുണ്ട്. അങ്ങനെ ഒത്തിരി അന്യഭാഷയുടെ വകഭേദങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ പാടിക്കൊണ്ടിരുന്നത് സ്തുതിക്കുന്ന അന്യഭാഷകളാണെന്ന്. സത്യമായിട്ടും അത് ശരിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആദ്യ തലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുക സ്തുതിക്കുന്ന അന്യഭാഷകളായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയത്തില്ലേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, രാജാതി രാജാവേ, കർത്താതി കർത്താവേ, താൻ മാത്രം അമർത്യതയുള്ളവൻ, ഇങ്ങനെയൊക്കെ മലയാളത്തിൽ പറയുമല്ലോ. അതുപോലെ പരിശുദ്ധനായവനെ, അതുപോലെ ടങ്സിലും കർത്താവിനെ സ്തുതിക്കുക നമ്മൾ. അങ്ങനെയുള്ള അന്യഭാഷകളുണ്ട്, സ്തുതിക്കുന്ന അന്യഭാഷകൾ. ഇനി ദൈവിക മർമ്മങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന അന്യഭാഷകളുണ്ട്. ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അന്യഭാഷകളുണ്ട്. ദൂതന്മാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷകളുണ്ട്. അങ്ങനെ ഒത്തിരിയും ഉണ്ട്. ഇതിൽ നമ്മൾ വളർന്നു വരുമ്പോഴാണ് നമുക്ക് പതുക്കെ അത് മനസ്സിലാക്കാനായി കഴിയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാ തലങ്ങളും എനിക്കറിയണം. 2 വാക്ക് സംസാരിച്ച് നിർത്താൻ എനിക്ക് ഇഷ്ടമല്ല, ഞാനത് സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇതിൽ ഒരു കടൽ പോലെ ആഴമേറിയതാണ് ആത്മലോകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിന് കഴിയും. പ്രതിഭ സിസ്റ്ററെ പ്ലീസ് പറഞ്ഞോളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇടയ്ക്ക് വെച്ചങ്ങ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് എനിക്ക് പരിശുദ്ധാത്മാവ് ഇടപെട്ട കാര്യം എനിക്ക് ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല. അത് ഞാൻ യൂട്യൂബിൽ നാളെ ഇടുന്നതാണ്, അന്നേരം കേൾക്കാം. ശരി, ഒത്തിരി സന്തോഷം. നമ്മളെ നേരിൽ കണ്ടിട്ടില്ല, ഇങ്ങനെയെങ്കിലും കാണാം, അതാണ്. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം. മുടങ്ങാതെ ഞാൻ കയറാൻ ആഗ്രഹിക്കുകയാണ്. ഇതിലിരിക്കുന്ന ഒത്തിരി പേരുടെ അനുഭവം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിയോ, ഞാൻ നഷ്ടപ്പെടുത്തില്ലോ എന്നുള്ളത്. അത് സാരമില്ല, ഉറപ്പായിട്ട് അടുത്ത ആഴ്ച മുതൽ ഞാനും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. ഉറപ്പായിട്ടും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങളെ ദൈവം അഭിഷേകം ചെയ്യുകയും ശക്തമായ ഒരു തീയായി ഉപയോഗിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് പുറത്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ച് മടുക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളല്ലേ? ദൈവം അതിൽ നിന്നാണ് പുറത്തെടുക്കാൻ പോകുന്നത്. അതിന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ബലത്തെ തരാനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകം ബലപ്പെടണം, സിംഹത്തെ പോലെ നിങ്ങൾ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? അന്യഭാഷയിൽ ആരാധന സമയത്ത് മെറ്റൽ ബെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടു. മെറ്റൽ നല്ല 10 mm തിക്നെസ് ഉള്ള നല്ല തിക്നെസ് ഉള്ള ഒരു മെറ്റല് ആരാധിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ബെൻഡ് ആകുന്ന കണ്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ ചാർലി ബ്രദറിന് ഒരു വിഷൻ ലഭിച്ചിരിക്കുകയാണ്. താൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മെറ്റൽ ബെൻഡ് ആകുന്നു. അത് 2 രീതിയിൽ നമുക്ക് ആ വിഷൻ നമുക്ക് വ്യാഖ്യാനിക്കാനായി കഴിയും. ഒന്ന്, തന്നെ ദൈവം പണിതെടുക്കുന്നു. 1. 2, പിശാച് വെച്ചിരിക്കുന്ന ചിലതിനെ ദൈവം ഒടിച്ചു കളയും. ഇത് 2 രീതിയിലും നമുക്കിതിനെ വ്യാഖ്യാനിക്കാനായി കഴിയും. വരുന്ന ദിവസങ്ങളിൽ സഹോദരൻ തന്നെ അത് മനസ്സിലാകാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നമുക്ക് ഒരു വിഷൻ കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആയില്ലെങ്കിൽ പ്രേ അഗൈൻ, വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവ് എന്താണ് എന്നെ കാണിക്കാനായി ആഗ്രഹിച്ചത്? ദെൻ ലോർഡ് ഷോസ് ഇൻ എ ഡിഫറെൻറ്റ് വേ, വേറൊരു വേയിൽ കർത്താവ് അത് കാണിക്കും. രാജു ബ്രദർ, ഏശായ 45:2 ഈ വചനം പറയുന്നുണ്ട്. പറഞ്ഞതിന്റെ വിഷയം ഏശായ 45:2. വചനം പറഞ്ഞാട്ടെ. 45:2 എന്തുവാണ് പറയുന്നത്? വെങ്കല കതവുകളെ ഉടയിച്ച് താഴ്പാളുകളെ, ആ വചനം. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. ആമേൻ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ചില പിശാചിൻ്റെ പ്രതിസന്ധികളെ തകർത്ത് കർത്താവ് ആ മകനെ പുറത്തേക്ക് എടുക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ വിഷൻ. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സജിത സിസ്റ്ററിന് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും ഞാൻ എനിക്ക് വലിയൊരു ആത്മസാന്നിധ്യമാണ് അനുഭവപ്പെടുന്നത്. കാരണം ചില കഴിഞ്ഞ ആഴ്ചത്തെ മുമ്പത്തെ കുറേ നാളുകളായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല ആത്മീയമായ ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം കഴിഞ്ഞ ആഴ്ചത്തെ മുമ്പത്തെ ആഴ്ച പ്രയറിന് കഴിഞ്ഞതിന് ശേഷം ആ ഒരു 2-3 ദിവസങ്ങളിലെല്ലാം എനിക്ക് ഭയങ്കര ഒരു കുളിര് അനുഭവപ്പെടും. അപ്പം ഞാൻ ഓർക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആ കുളിരാണെന്ന് മനസ്സിലാക്കിയത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ കാരണം എല്ലാവരും പിന്നീടാണ് പിന്നെ ബുധനാഴ്ചത്തെ പ്രയറും കൂടെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇല്ല എന്നെ ദൈവം ആത്മാവിൽ നിറയ്ക്കുന്ന ഒരനുഭവമാണ്. ആ ഒരാഴ്ച ഇടയ്ക്കിടയ്ക്ക് എനിക്കതങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ബുധനാഴ്ചത്തെ പ്രയറിൽ എനിക്കത് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യത്തിന് സമയമില്ലാതെ തോന്നി. അപ്പം അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞില്ല എനിക്ക്. അപ്പം ഈ ഒരാഴ്ച എനിക്ക് അത് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഈ ഒരാഴ്ച, അതായത് കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് ഈ ബുധനാഴ്ച വരെ ഒന്നും ഫീൽ ചെയ്തില്ല. ഇപ്പം വീണ്ടും ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ എനിക്കത് വീണ്ടും ഫീൽ ചെയ്യുക. ആ ഒരു തണുപ്പ് നമുക്ക് വരുമ്പോൾ ഉള്ള കോരിത്തിരിക്കുന്നത്, പനിയൊക്കെ വരുമ്പോഴുള്ള ആ ഒരു കോരിത്തിരിക്കുന്ന ആ ഒരു അനുഭവം അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പിന്നെ ഒരു പാസ്റ്ററേയും വിളിച്ച് ചോദിച്ചു, ഇത് ശരിക്കും ഇത് തന്നെയാണോ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നതെന്ന്. കാരണം എന്നോട് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം എന്നെ ഉപയോഗിക്കാൻ പോകുന്ന പല പല രീതികളിൽ വിഷൻസ് കാണും, അങ്ങനെ കാണും എന്നൊക്കെ. പക്ഷെ അതെനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ പറഞ്ഞു, ഇത് ശരിക്കും അത് സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ദൈവ സാന്നിധ്യം, ദൈവത്താൽ നിറയ്ക്കുന്നതാണെന്ന് എനിക്ക് പറഞ്ഞു തരികയും എനിക്കത് മനസ്സിലാകുകയും ചെയ്തു. അതിപ്പം വീണ്ടും ഇന്നാണ്, ഈ ആഴ്ചയിൽ ഒന്നും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും ആരാധന ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഫീൽ ആവുന്നു. പിന്നെ സാക്ഷ്യം പറയണോ വേണ്ടായോ എന്ന് എനിക്ക് പിന്നെയും ഇപ്പോഴും മടുപ്പായിരുന്നു. പിന്നെ കാരണം ഇതിങ്ങനെ തുടർന്നുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഒന്ന് ഫീൽ ചെയ്യുക, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പോയിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പറയാനായിട്ട് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പറയുക. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരിക്കലും നമ്മൾ മടിക്കരുത്. തീർച്ചയായും അതെല്ലാം തുറന്നു പറയണം. നമുക്ക് രോമാഞ്ചമുണ്ടാകുന്ന പോലെ തോന്നുന്ന അവസ്ഥകൾ, തണുപ്പ് വരുന്ന അവസ്ഥകൾ, ശരീരം ചൂടാകുന്നത്, തീ കത്തുന്നത് പോലെ ഫീൽ ചെയ്യുക. ഹല്ലേലൂയ. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത വ്യക്തികളിൽ വെളിപ്പെടുന്നതാണ്. ഹല്ലേലൂയ. ഒത്തിരി സന്തോഷം. എൻ്റെ ആരംഭകാലത്തൊക്കെ എനിക്കും അങ്ങനെയൊക്കെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വേറൊരു രീതിയിലാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇത് ദൈവസാന്നിധ്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് സംശയിക്കാറുണ്ട്. ദയവായി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി സംശയിക്കരുത്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ സന്തോഷത്തോടെ സാന്നിധ്യത്തെ ഏറ്റെടുക്കുകയും സന്തോഷിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? മെർസി സിസ്റ്റർ പ്ലീസ്. പറഞ്ഞോളൂ.
വേണ്ടി പ്രാർത്ഥിച്ചില്ല, മോൻ പള്ളിയിൽ വരാൻ വേണ്ടി ആ വൈകുന്നേരം ആ ഓർമ്മിക്കണം. ഓർമ്മയുണ്ട്. അവൻ പള്ളിയിൽ വന്ന് ആ കാര്യങ്ങൾ ചെയ്തത്. കപ്പേര് കനം മൈക്കത്ത് ഓപ്പറേറ്റ് കഴിഞ്ഞൊക്കെ ചെയ്ത് എല്ലാം ചെയ്തു. നീ തുടർന്ന് വരാൻ വേണ്ടിയിട്ടും കൂടെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും. മേഴ്സി സിസ്റ്ററിന് കഴിഞ്ഞ ദിവസം ഇന്ന് മേഴ്സി സിസ്റ്ററിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. തൻ്റെ മകൻ ചർച്ചിൽ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു മകനായിരുന്നു. പെട്ടെന്ന് താൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും വേറൊരു മാർഗപ്രകാരമൊക്കെ ജീവിതമൊക്കെ ആരംഭിക്കുകയും ചെയ്തു. താൻ ഒത്തിരി ഭാരത്തോടെയാണ് ആയിരുന്നത്. അപ്പോൾ ചർച്ചിൽ തിരിച്ചു വരണം എന്ന് താൻ ഒത്തിരി വേദനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ആരാധനയുണ്ട്, അതിൽ മോൻ അറ്റൻഡ് ചെയ്യണം എന്നാണ് താൻ ആഗ്രഹിച്ചത്. വരണം, ആരാധനയിൽ സഹായിക്കണം, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യണം, വീണ്ടും ചർച്ചിൽ ആക്റ്റീവ് ആവണം എന്നുള്ള വിഷയത്തോടെ പ്രിയ സഹോദരി പ്രാർത്ഥിച്ചിരുന്നു. സന്തോഷത്തോടെ പറയുകയാണ്, മകൻ തിരിച്ചു വന്നു. അവൻ ചർച്ചിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഹല്ലേലൂയ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഇനിയും കടന്നു വരികയും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രതിഭ സിസ്റ്ററിൻ്റെ മോൻ അവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, നീ ഭാവിയിലെ പ്രവാചകനായിട്ട് എഴുന്നേൽക്കേണ്ടവനാണ്. പിന്നെ തീർച്ചയായും പ്രാർത്ഥിക്കും. തീർച്ചയായും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ഇനി എന്തെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട്, നിങ്ങളുടെ സമയമാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഉറങ്ങാതിരുന്നായാലും പ്രാർത്ഥിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. സൗമ്യ സിസ്റ്റർ പറഞ്ഞോളൂ. ഞാൻ 2 weeks back ഞാൻ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തപ്പോ സിസ്റ്റർ പറഞ്ഞിരുന്നു 2 കാലിനും ഒരു തരിപ്പ് പോലെ, അതായത് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ്. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ആക്ച്വലി ഈ തരിപ്പല്ലായിരുന്നു, പെയിൻ ആയിരുന്നു. മെയ് തൊട്ട് തുടങ്ങിയ പെയിനായിരുന്നു. നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മോർണിംഗ് 8 നിലത്ത് കാല് കുത്തുമ്പോഴേക്കും ഭയങ്കര സിവിയർ പെയിൻ ആയിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് 8 കാല് കുത്തിയപ്പോൾ പെയിൻ ഇല്ല. 2 weeks ആയി വേറെ പെയിൻ ഇല്ല. അനുഗ്രഹമാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവിനെ എല്ലാവരും സ്തുതിച്ചാട്ടെ. അപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു സൂം മീറ്റിങ്ങിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിച്ചു. പിശാച് ആരുടെയൊക്കെ കാലുകളിൽ ചങ്ങലയിട്ട് ബന്ധിച്ചതുപോലെ ഒത്തിരി ഭാരപ്പെടുത്തുന്നത് കാണിച്ചായിരുന്നു. അന്നേരം ഞാൻ അത് ആർക്കാണെന്ന് ചോദിക്കുക, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു സിസ്റ്ററിൻ്റെ കാലിനാണ് വിഷയം. ഉടനെ തന്നെ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി സൗഖ്യമാക്കി. ഹല്ലേലൂയ. എല്ലാ മഹത്വവും എൻ്റെ യേശുവിന്. കർത്താവിൻ്റെ ദാസിയ കർത്താവ് ശക്തമായി ഒരു നക്ഷത്രം പോലെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ദേശത്ത്, തൻ്റെ ചർച്ചിൽ, എല്ലായിടങ്ങളിലും കർത്താവിൻ്റെ ശോഭ വിതർന്നവളായി മാറട്ടെ. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇനി ആർക്കെങ്കിലും പറയാനായിട്ടുണ്ടോ? പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു എന്നുള്ളൊരു കൈ ഉയർത്തി പിടിച്ച്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. സീരിയസ് ആയിട്ടാണ്, ശരിക്കും ഞാൻ ചോദിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക അവർക്ക് വേണ്ടി. ഇന്ന് ആ ചങ്ങലകളെ പൊട്ടിക്കാൻ പോയാൽ പ്രാർത്ഥിക്കുക, അതുവരെ ഉറക്കം പറ്റില്ല. TV കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് ഉറക്കം വരത്തില്ല, വേറെ എന്ത് ചെയ്താലും നമുക്ക് ഉറക്കം വരത്തില്ല. പ്രാർത്ഥിക്കാനിരുന്ന് നമുക്ക് ഉറക്കം വരും. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോയ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞ് ഇടിവൈസ് ആരെല്ലാമാണോ കരങ്ങളിൽ ഉയർത്തിയിരിക്കുന്നത്, അപ്പം ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ തീ അവരുടെ മേൽ ഇറങ്ങി വരുവാനായി ഞാൻ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സകല അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവാനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു സൗഖ്യം ഉണ്ടാകട്ടെ, ശരീരത്തിലെ ക്ഷീണം മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, ഒരു ഡെലിവറൻസ് അവർക്ക് മേൽ സംഭവിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ ചലിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഇന്ന് മുതൽ അവർ ഉറങ്ങാതെ ഉണർവോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. അടുത്ത സൂം മീറ്റിങ്ങിൽ ഇവരെല്ലാം സാക്ഷ്യം പറയാനായിട്ട് ഇടയായി തീരട്ടെ കർത്താവേ. അതുപോലെ എൻ്റെ ദൈവം അവരുടെ പ്രാർത്ഥനയുടെ അവസ്ഥകളെ മാറ്റുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്.